ഇന്ന് ഞാൻ പഞ്ചാബിൽ നിന്നുള്ള ഒരു നാടോടി കഥ പറഞ്ഞു തരാം. പണ്ട് വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ തൻ്റെ ഗ്രാമപാതയിലൂടെ നടന്നു വരികയായിരുന്നു. അയാൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ കയ്യിലൊരു ചില്ലി കാശ് പോലും ഉണ്ടായിരുന്നില്ല. എവിടെ നിന്നെങ്കിലും കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് ഭക്ഷണം വാങ്ങി കഴിക്കാമായിരുന്നല്ലോ എന്ന് കരുതി അദ്ദേഹം ഇങ്ങനെ റോഡിലൂടെ നടന്നു വരുമ്പോൾ റോഡിൽ കിടന്ന് എന്തോ തിളങ്ങുന്നത് കണ്ടു. കുനിഞ്ഞു നോക്കുമ്പോൾ ചുവന്ന നിറത്തിലുള്ള സാമാന്യം വലിപ്പമുള്ള ഒരു കല്ലായിരുന്നു. ആ നിറത്തിലുള്ള കല്ല് അതിനു മുമ്പ് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അയാൾ ആ കല്ലെടുത്ത് തൻ്റെ കീശയിലിട്ടു. തൻ്റെ ഗ്രാമത്തിലുള്ള ഒരു കടയിൽ ചെന്നിട്ട് ആ കടക്കാരന് വഴിയിൽ നിന്ന് കിട്ടിയ ഈ കല്ല് കൊടുത്തിട്ട് തനിക്ക് കുറച്ച് ഭക്ഷണം തരണമെന്ന് ആവശ്യപ്പെട്ടു. ഈ കല്ല് കിട്ടിയ ഈ കടക്കാരൻ ഇത് നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് നല്ല വിലയുള്ള കല്ലാണ്. അയാൾ വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനായിരുന്നതിനാൽ അയാൾ ഈ പാവപ്പെട്ട ആളോട് പറഞ്ഞു, എൻ്റെ കട വിറ്റാൽ പോലും നിങ്ങൾക്ക് ഈ കല്ലിന് പ്രതിഫലം തരാൻ എനിക്ക് പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഭക്ഷണം സൗജന്യമായിട്ട് തരാം. നിങ്ങൾ ഇത് കൊണ്ടുപോയി രാജാവിന് തന്നെ കൊടുക്കൂ. രാജാവിന് ചിലപ്പോൾ ഇതിന് വില തരാൻ പറ്റിയേക്കും. അത് സമ്മതിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ആൾ ഈ കല്ലും കൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് പോയി. അങ്ങനെ അയാൾ രാജകൊട്ടാരത്തിലെത്തി കവാടത്തിൽ ചെന്ന് മുട്ടി. കാവൽക്കാർ അയാളെ തടഞ്ഞു നിർത്തിയെങ്കിലും താൻ രാജാവിന് ഒരു വിലപിടിപ്പുള്ള വസ്തു കൊടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അവരയാളെ അകത്തേക്ക് കയറ്റിവിട്ടു. അയാൾ രാജാവിന് ചെന്ന് മുഖം കാണിച്ചു. എന്നിട്ട് താനൊരു കല്ല് കൊണ്ടുവന്നിട്ടുണ്ടെന്നും അത് നോക്കിയിട്ട് രാജാവ് അതിനൊരു വില കൊടുക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് അയാൾ തൻ്റെ കീശയിൽ നിന്ന് ഈ കല്ലെടുത്ത് രാജാവിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ രാജാവിന് മനസ്സിലായി അയാൾ വിചാരിക്കുന്നതിനേക്കാളും വളരെയധികം വിലയുള്ളൊരു കല്ലാണിത്. അദ്ദേഹം ഈ കല്ലും കൊണ്ട് വന്ന ആളോട് ചോദിച്ചു, നിനക്ക് ഇതിനെന്ത് വില വേണം? അയാൾ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ വളരെ ദിവസമായിട്ട് പട്ടിണിയാണ്. ഇന്നാണ് ഞാൻ ഇത്തിരി ഭക്ഷണം കഴിക്കുന്നത്. ഈ കല്ലെടുത്തിട്ട് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാനുള്ള പണം അങ്ങ് തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. രാജാവിന് ഇയാൾക്ക് ഇതിൻ്റെ മൂല്യം അറിഞ്ഞുകൂടാ എന്ന് മനസ്സിലായി. പക്ഷേ സത്യത്തിൽ രാജാവിനും അതിൻ്റെ മൂല്യം അറിഞ്ഞുകൂടാ. ഇത് വളരെ വിലപിടിപ്പുള്ളതാണെന്ന് മാത്രമേ അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് വളരെയധികം പണം അദ്ദേഹം ഈ കല്ലും കൊണ്ടുവന്ന ആൾക്ക് കൊടുത്തു. അയാളെ സംബന്ധിച്ചത് വലിയൊരു തുകയായിരുന്നു. എനിക്ക് ജീവിതകാലം മുഴുവൻ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കാനും എന്തെങ്കിലും ഒരു വ്യാപാരം തുടങ്ങാനും വീട് വെക്കാനും ഒരു സ്ഥലം വാങ്ങാനും ഒക്കെയുള്ള പണം അതിൽ നിന്നുണ്ടാക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ വളരെ സന്തോഷത്തോടെ ആ പണമായിട്ട് തിരിച്ചു പോയി. രാജാവാണെങ്കിൽ ആ കല്ലിൻ്റെ ഭംഗി കാരണം അത് കുറേ നേരം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് രാജ്ഞിയെ വിളിപ്പിച്ചു. രാജ്ഞി വന്നപ്പോൾ അദ്ദേഹം ഈ കല്ല് രാജ്ഞിയെ കാണിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഇത് വളരെ വിലപിടിപ്പുള്ളൊരു കല്ലാണ്. ഇതിൻ്റെ മൂല്യം നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മുടെ രാജ്യത്തേക്കാൾ വില വരും ഈ കല്ലിന്. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് വെച്ചേക്കണം. ഞാൻ ചോദിക്കുമ്പോൾ തന്നാൽ മതി. രാജ്ഞി ഈ വിലപിടിപ്പുള്ള കല്ല് വാങ്ങിക്കൊണ്ടുപോയി. ഈ രാജാവ് നല്ല വില കൊടുത്ത് വാങ്ങിയതാണ്, മാത്രമല്ല സൂക്ഷിച്ച് വെക്കണം എന്നും പറഞ്ഞതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കണമല്ലോ എന്ന് കരുതി രാജ്ഞി ഒരു പെട്ടി എടുത്തിട്ട് ഈ കല്ല് പട്ടിൽ പൊതിഞ്ഞ് ആ പെട്ടിക്കകത്ത് വെച്ചു. എന്നിട്ട് രാജ്ഞിയുടെ ഉറക്കറയിലെ അലമാരയിൽ വെച്ചത് പൂട്ടുകയും ചെയ്തു. ആ ഉറക്കറയിലേക്ക് മറ്റാർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കല്ല് അവിടെ സുരക്ഷിതമായിട്ടിരുന്നു. നീണ്ട 12 വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാജാവ് രാജ്ഞിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, 10-12 കൊല്ലമായി നമ്മൾ ആ കല്ല് സൂക്ഷിച്ചു വെച്ചിട്ട്. നീ അതൊന്ന് എടുത്തുകൊണ്ട് വരും. അത് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. അതിൻ്റെ തിളക്കം കൂടിയോ എന്നൊക്കെ നമുക്ക് നോക്കണമല്ലോ. രാജ്ഞി ഉടൻ തന്നെ അന്തഃപുരത്തിലേക്ക് ചെന്ന് അലമാര തുറന്ന് പെട്ടിയെടുത്ത് തുറന്നപ്പോൾ രാജ്ഞി ഞെട്ടിപ്പോയി. അതിനകത്ത് ആ കല്ലില്ല. പകരം രാജ്ഞിയുടെ കൈപ്പത്തിയോളം വലിപ്പമുള്ള ഒരു ചെറിയ കുട്ടി കിടക്കുന്നു. പേടിച്ചു പോയ രാജ്ഞി ആ പെട്ടി പെട്ടെന്ന് അടച്ചു. അവർക്ക് വല്ലാത്ത പേടി തോന്നി. രാജാവിനോട് എന്ത് പറയും? ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞു തന്ന കല്ലാണ്. അത് ഇന്നേ വരെ ഒരാൾ പോലും തൊട്ട് നോക്കിയിട്ടില്ല, പൂട്ട് തുറന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതിനുള്ളിൽ കിടക്കുന്നത് ഒരു കുഞ്ഞാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ രാജ്ഞി കുറേ നേരം ഉറക്കറയിൽ തന്നെ ഇരുന്നു. കുറേ നേരമായിട്ടും രാജ്ഞിയെ കാണാഞ്ഞപ്പോൾ രാജാവ് തൻ്റെ സേവകന്മാരോട് രാജ്ഞിയെ ചെന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കല്ലെടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അന്തഃപുരത്തിലേക്ക് പോയ രാജ്ഞി ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. രാജാവിനോട് എന്ത് പറയും എന്നറിയാത്തതിനാൽ രാജ്ഞി ഈ പെട്ടി എടുത്തുകൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പെട്ടി അങ്ങയുടെ മുന്നിൽ വെച്ച് തുറക്കാമെന്ന് ഞാൻ കരുതി. ഞാൻ ഇന്നേ വരെ തുറന്നിട്ടില്ല. രാജാവിൻ്റെ മുന്നിൽ വെച്ച് വീണ്ടും പെട്ടി തുറന്നു. പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ ചെറിയൊരു കുട്ടി തന്നെയാണ്. രാജാവിന് വലിയ ബുദ്ധിമുട്ട് തോന്നി. വളരെയധികം തുക കൊടുത്ത് വാങ്ങിയ കല്ലാണ്. നല്ല തിളക്കമുള്ളൊരു കല്ലുമായിരുന്നു. പക്ഷേ അതിപ്പോൾ കാണുന്നില്ല. പകരം ഇതിനുള്ളിലൊരു കുട്ടി കിടക്കുന്നു. രാജാവും രാജ്ഞിയും സഭയിലുള്ളവരും ഒക്കെ നോക്കി നിൽക്കെ തന്നെ ആ കുട്ടി വളർന്നു. അത് വളർന്ന് പെട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു. സുന്ദരനായ ഒരു ആൺകുട്ടിയായിരുന്നു അത്. അവിടെ നിൽക്കൽ തന്നെ അവൻ വീണ്ടും വളർന്ന് ഒരു യുവാവായി മാറി. രാജാവിന് അവനോട് ഒട്ടും മമത തോന്നിയില്ല. തൻ്റെ വിലപ്പെട്ട കല്ല് എവിടെ പോയി എന്ന് മാത്രമാണ് അദ്ദേഹം ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ അവനോട് രാജാവ് കോപാകുലനായി.
നീയെ ആ കല്ല് എന്ത് ചെയ്തു? നീ ആരാണ്? എൻ്റെ കല്ല് മോഷ്ടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് രാജാവ് ചോദിച്ചു. ഇതിനൊന്നും അവൻ മറുപടി പറഞ്ഞില്ല, മിണ്ടാതെ നിന്നതേ ഉള്ളൂ. തൻ്റെ മുന്നിൽ വെച്ച ഇവൻ വളർന്ന് വലുതാകുന്നത് കണ്ടതിനാൽ അവനെന്തോ ശക്തിയുള്ളവനാണ് എന്നും അവനെ തൻ്റെ കൊട്ടാരത്തിൽ നിർത്തുന്നത് ഉചിതമല്ല എന്നും രാജാവിന് തോന്നി. അതുകൊണ്ട് രാജാവ് അവനോട് ഉടൻ തന്നെ തൻ്റെ കൊട്ടാരം വിട്ട് പുറത്തു പോയിക്കൊള്ളാൻ പറഞ്ഞു. അവൻ യാത്രയ്ക്കുതകും വിധം ഒരു കുതിരയെയും ഒരു വാളും കൊടുക്കാൻ അദ്ദേഹം തൻ്റെ സേവകരോട് ആജ്ഞാപിച്ചു. ഭൂമിയിൽ ഇപ്പം വന്നതേ ഉള്ളൂ എങ്കിൽ മുന്നോട്ടുള്ള യാത്ര ദുഷ്കരമാകരുതല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ കുതിരയും വാളും കൊടുത്തു വിട്ടത്. അങ്ങനെ കുതിരപ്പുറത്ത് കയറി വാളും പിടിച്ച് ഈ ചെറുപ്പക്കാരൻ കൊട്ടാരത്തിൽ നിന്ന് യാത്രയായി. അവനങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയി. ആ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ തന്നെ ഒരു ഗ്രാമത്തിൽ ചെന്നു അവൻ. അവിടെ ഒരു വൃദ്ധ ഇരുന്ന് അപ്പം ചുടുന്നുണ്ടായിരുന്നു. അവർ തേങ്ങി കരഞ്ഞുകൊണ്ടാണ് അപ്പം ചുടുന്നത്. അത് കണ്ടുകൊണ്ട് ഇവൻ ആ വൃദ്ധയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അമ്മ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പം ചുടുമ്പോൾ ഇങ്ങനെ കരയാമോ? സന്തോഷത്തോടെയല്ലേ ഭക്ഷണം പാകം ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, കുട്ടി, ഞാൻ എൻ്റെ മകന് വേണ്ടി അപ്പം ചുടുകയാണ്. ഇനി മുതൽ എനിക്കിവനിങ്ങനെ അപ്പം ചുട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവൻ ചോദിച്ചു, അതെന്ത് പറ്റി? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകന് നിങ്ങൾക്ക് ഇനി അപ്പം ചുട്ട് കൊടുക്കാൻ പറ്റാത്തത്? അപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ വലിയൊരു രാക്ഷസനുണ്ട്. ഈ രാക്ഷസൻ ഞങ്ങളുടെ നാട്ടിൽ കയറി എല്ലാവരെയും കൊന്നു തിന്നുന്നത് കൊണ്ട് ഇവിടെ ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ട് രാക്ഷസനുമായിട്ട്. എല്ലാ ദിവസവും ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വീതം രാക്ഷസൻ്റെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലണം. ഇന്ന് എൻ്റെ മകൻ്റെ ഊഴമാണ്. അവസാനമായിട്ട് അവന് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുതിരപ്പുറത്ത് വന്ന യുവാവ് പറഞ്ഞു, അമ്മ നിങ്ങൾ വിഷമിക്കേണ്ട, ഇന്ന് ആ രാക്ഷസൻ്റെ അടുത്തേക്ക് ഞാൻ പോകാം. നിങ്ങൾ സന്തോഷത്തോടെ അപ്പം ചുട്ടോളൂ. ഞാൻ കുറച്ച് നേരം നിങ്ങളുടെ വീട്ടിൽ കിടന്നൊന്ന് ഉറങ്ങാൻ നിങ്ങൾ അനുവദിച്ചാൽ മതി. ഉറങ്ങി എഴുന്നേറ്റിട്ട് ഞാൻ ആ രാക്ഷസൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളാം. അപ്പോൾ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, നീയെ എൻ്റെ വീട്ടിൽ കിടന്ന് ഞാൻ നിന്നെ വിളിക്കാനൊന്നും പോകുന്നില്ല. കാരണം എൻ്റെ മകന് വരെ നീയാ പോകുന്നെങ്കിൽ ആ രാക്ഷസൻ ഇന്ന് നിന്നെ തിന്നും. നാളെ പിന്നെ എൻ്റെ മകൻ വീണ്ടും പോകണ്ടേ? രണ്ടുപേരല്ലേ മരിക്കുന്നത്. അതുകൊണ്ട് എനിക്കതിനോട് താല്പര്യമില്ല. ഇത് കേട്ട ഈ ചെറുപ്പക്കാരൻ ഈ വൃദ്ധയോട് യാത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയി. അവിടെ വഴിയിൽ കണ്ട ആൾക്കാരോടൊക്കെ ഈ രാക്ഷസൻ്റെ കൊട്ടാരം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടാണ് അവൻ മുന്നോട്ട് പോയത്. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് കുറേശ്ശെ ഉറക്കം വന്നു തുടങ്ങി. അപ്പോൾ അവൻ ആ കൊട്ടാരത്തിനടുത്തുള്ള ഒരു മരച്ചുവട്ടിൽ ചെന്ന് കിടന്ന് ഉറക്കമായി. കുതിരകളെ മരത്തോട് ചേർത്ത് കെട്ടിയിട്ടാണ് അവനവിടെ കിടന്ന് ഉറങ്ങിയത്. ഈ സമയത്ത് ഗ്രാമത്തിൽ നിന്ന് തൻ്റെ ഭക്ഷണമാകാൻ വരുന്ന യുവാവിനെ കാത്ത് ആ രാക്ഷസൻ തൻ്റെ കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് കുറച്ചകലെ ഒരു മരച്ചുവട്ടിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നത് കണ്ടത്. തൻ്റെ ഭക്ഷണമാകാൻ വന്ന യുവാവ് തന്നെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ് എന്നാണ് രാക്ഷസൻ കരുതിയത്. അയാൾ അലറിക്കൊണ്ട് ആ മരത്തിന് നേരെ പാഞ്ഞു ചെന്നു. അലർച്ച കേട്ട് ഉണർന്ന യുവാവ് തൻ്റെ കയ്യിലിരുന്ന വാളുകൊണ്ട് ഒറ്റ വെട്ടിന് ആ രാക്ഷസൻ്റെ കഥ കഴിച്ചു. എന്നിട്ട് അവൻ്റെ തല വെട്ടി ആ ഗ്രാമത്തിൻ്റെ കവാടത്തിൽ കൊണ്ടുവന്ന് വെച്ചു. അവിടുന്ന് നടന്ന് ആ വൃദ്ധയുടെ വീട്ടിലെത്തിയിട്ട് അവരോട് പറഞ്ഞു, അമ്മേ, നിങ്ങളുടെ മകനോട് ഇന്ന് പോകണ്ട എന്ന് പറയണം. ആ രാക്ഷസനെ ഞാൻ കൊന്നു കഴിഞ്ഞു. ആ വൃദ്ധയ്ക്ക് സന്തോഷം സഹിക്കാൻ വയ്യാതായി. അവരവിടെ നിന്ന് പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. രാക്ഷസനെ കൊന്നിട്ട് വന്ന യുവാവാകട്ടെ ക്ഷീണം കൊണ്ട് ആ വൃദ്ധയുടെ വീടിനുള്ളിൽ കയറി കിടന്ന് ഉറക്കവുമായി. ഗ്രാമവാസികൾ ആകെപ്പാടെ പേടിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് വൃദ്ധയുടെ മകനാണ് രാക്ഷസൻ്റെ ആഹാരമാകാൻ പോകുന്നതെന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അവർക്കെല്ലാം അതിൽ വലിയ ദുഃഖവും ഉണ്ടായിരുന്നു. സാധാരണ ഈ ഭക്ഷണമാകാൻ വേണ്ടി പോകുന്ന ആൾക്കാർ പോകുന്ന സമയം കഴിഞ്ഞാൽ ഗ്രാമവാസികൾ പുറത്തിറങ്ങാറുണ്ടായിരുന്നുള്ളൂ. അന്ന് സന്ധ്യ ആയതോടെ ഇവർ പുറത്തിറങ്ങി ഗ്രാമ കവാടത്തിലേക്ക് നോക്കുമ്പോൾ ഉണ്ട് രാക്ഷസന് തല അവിടെ ഇരിക്കുന്നു. രാക്ഷസൻ തൻ്റെ ഭക്ഷണമാകാനുള്ള യുവാവ് എത്താത്തതിനാൽ അവനെ അന്വേഷിച്ച് വന്നതാണ് എന്നാണ് അവർ കരുതിയത്. ആ രാക്ഷസനെ ആർക്കെങ്കിലും കൊല്ലാൻ പറ്റുമെന്ന് ഇവരാരും സ്വപ്നയെ വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് അവരെല്ലാവരോടും കൂടി വൃദ്ധയുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ വൃദ്ധ അവിടെ നിന്ന് നൃത്തം ചെയ്യുന്നു. അവർ വിചാരിച്ചു മകൻ നഷ്ടപ്പെടാൻ പോകുന്ന ദുഃഖത്തിൽ അവർക്ക് ഭ്രാന്തി പിടിച്ചു പോയി എന്ന്. അപ്പോഴുണ്ട് വൃദ്ധയുടെ മകൻ അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നു. അവർ ചോദിച്ചു, നീ എന്താ ആ രാക്ഷസൻ്റെ ഭക്ഷണമാകാൻ വേണ്ടി പോകാതിരുന്നത്? നീ അങ്ങോട്ട് ചെല്ലാതിരുന്നുകൊണ്ട് രാക്ഷസൻ ഇങ്ങോട്ട് വരുന്നു, ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അവൻ പറഞ്ഞു, അത് രാക്ഷസനൊന്നുമല്ല, അവൻ്റെ തലയാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരു അതിഥിയുണ്ട്, അയാൾ ആ രാക്ഷസനെ കൊന്നു കളഞ്ഞു. ഇത് കേട്ട നാട്ടുകാരെല്ലാവരും കൂടി രാജകൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്ന് രാജാവിനോട് വിശേഷം പറഞ്ഞു. രാജാവിന് വലിയ സന്തോഷമായി. കുറേ കാലമായിട്ട് രാജാവിനെ അലട്ടിയിരുന്നൊരു പ്രശ്നമായിരുന്നു ഈ രാക്ഷസൻ്റേത്. അതുകൊണ്ട് ഈ രാക്ഷസനെ ഒരാൾ കൊന്നു എന്ന് കേട്ട ഉടനെ തന്നെ രാജാവ് ഒരു പ്രഖ്യാപനം നടത്തി. ആ രാക്ഷസനെ കൊന്നത് ആരാണെങ്കിലും അവന് എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കും, മാത്രമല്ല എൻ്റെ രാജ്യത്തിൻ്റെ പകുതിയും കൊടുക്കും. ഇങ്ങനെ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ട് രാജാവ് തൻ്റെ പരിവാരങ്ങളോടൊപ്പം ഇതാരാണ് എന്നറിയാൻ വേണ്ടി ആ വൃദ്ധയുടെ വീട്ടിൽ ചെന്നു.
വൃദ്ധയാണെങ്കിൽ രാജാവ് വന്നത് കണ്ട് ഓടി അകത്ത് ചെന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന തൻ്റെ അതിഥിയെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് രാജാവ് കണ്ടത് താൻ രാവിലെ മാണിക്കക്കല്ല് വെച്ചിരുന്ന പെട്ടിയിൽ നിന്നും വീണ്ടെടുത്ത് പുറത്തിറക്കി വിട്ട യുവാവാണ് ഇതെന്ന്. വാഗ്ദാനം ചെയ്തു കഴിഞ്ഞതിനാൽ മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാജാവ് അവന് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. അവനെ എല്ലാവരും മാണിക്യകുമാരൻ എന്ന് വിളിച്ചു. അങ്ങനെ മാണിക്യകുമാരൻ തൻ്റെ ഭാര്യയോടൊപ്പം രാജകൊട്ടാരത്തിൽ താമസമായി. ഇവർ വളരെ സന്തോഷത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. രാജകുമാരിക്ക് ഈ മാണിക്യകുമാരനോട് വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. മാണിക്യകുമാരൻ അവളോട് തിരിച്ചു. മാത്രമല്ല രാജകുമാരൻ രാജാവിനോടും രാജ്ഞിയോടും രാജകൊട്ടാരത്തിലുള്ള മറ്റുള്ളവരോടുമൊക്കെ വളരെ നന്നായിട്ടാണ് ഇടപെട്ടത്. അതുകൊണ്ട് അവൻ എല്ലാവർക്കും പ്രിയങ്കരനായി തീർന്നു. അവൻ ആ മാണിക്യക്കല്ലിൻ്റെ പെട്ടിയിൽ നിന്ന് വന്നപ്പോൾ താൻ അവനോട് പരുഷം പറഞ്ഞല്ലോ എന്നോർത്ത് രാജാവിന് പലപ്പോഴും ദുഃഖം തോന്നാറുണ്ടായിരുന്നു. അത്രയ്ക്ക് പ്രിയങ്കരനായി തീർന്നു ഈ മാണിക്യകുമാരൻ. പക്ഷേ ഇക്കാലമെല്ലാം ഈ രാജകുമാരിക്ക് ഒരു വിഷമമുണ്ടായിരുന്നു. അവളുടെ കൂട്ടുകാർ അവളെ പലപ്പോഴും അവൾ ഊരും പേരുമില്ലാത്ത ഒരാളെയാണ് വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ വീട് എവിടെയാണ്, അവൻ്റെ ബന്ധുക്കളുണ്ടോ, അവൻ്റെ കുലം എന്താണ് എന്നൊക്കെ അറിയാൻ ഈ രാജകുമാരിക്ക് എപ്പോഴും ആകാംക്ഷയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ എങ്ങനെയാണ് ഈ പെട്ടിക്കുള്ളിൽ വന്നത്, അവന് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ രാജകുമാരി ഇടയ്ക്കിടയ്ക്ക് ഇവനോട് ചോദിക്കാറുണ്ടായിരുന്നു. എത്ര ചോദിച്ചാലും ഇവൻ മറുപടിയൊന്നും പറയുകയില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ രാജകുമാരി ഇത് ചോദിച്ച് അവനെ വളരെയധികം ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഈ മാണിക്യകുമാരനും രാജകുമാരിയും കൂടി നദീതീരത്തുകൂടി നടക്കുകയായിരുന്നു. അപ്പോൾ രാജകുമാരി വളരെയധികം നിർബന്ധം പിടിച്ച് തൻ്റെ ഭർത്താവിനോട് അയാളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തനിക്കിപ്പോൾ തന്നെ പറഞ്ഞു തരണം എന്ന് പറയാൻ തുടങ്ങി. മാണിക്യകുമാരൻ ഇത് ആദ്യമൊക്കെ അവഗണിച്ചെങ്കിലും രാജകുമാരിയുടെ നിർബന്ധം സഹിക്കവയ്യാതായി തീർന്നു. അവൾ വല്ലാതെ നിർബന്ധം പിടിച്ച് വഴക്കിട്ടപ്പോൾ രാജകുമാരൻ നദിയിലേക്ക് ഇറങ്ങി നിന്നു. പാദം നനയുന്നത്ര വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നിട്ട് അവൻ പറഞ്ഞു, ഇനി നീ എന്നോട് ചോദിക്കരുത്, ചോദിച്ചാൽ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോവും. രാജകുമാരി വിചാരിച്ചത് ഇവൻ കളിപ്പിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ്. അതുകൊണ്ട് രാജകുമാരി പറഞ്ഞു, ഇല്ല, എനിക്ക് അറിഞ്ഞേ തീരൂ. രാജകുമാരൻ മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നിന്നു. എന്നിട്ട് രാജകുമാരിയോട് പറഞ്ഞു, ഇനി എന്നോട് ചോദിക്കരുത്, ഇവിടുന്ന് പോയാൽ പിന്നെ എനിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും രാജകുമാരി പറഞ്ഞു, ഇല്ല, എനിക്ക് അറിഞ്ഞേ തീരൂ. അപ്പോൾ രാജകുമാരൻ നെഞ്ചറ്റം വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇനി മേലിൽ എന്നോട് ഈ കാര്യം ചോദിക്കരുത്, എനിക്കത് പറയാൻ പറ്റില്ല, ഞാൻ പോയാൽ പിന്നെ തിരിച്ചു വരികയില്ല. അപ്പോഴും രാജകുമാരി പറഞ്ഞില്ല, എനിക്ക് അറിഞ്ഞേ പറ്റൂ. പക്ഷേ ഒറ്റ നിമിഷം കൊണ്ട് രാജകുമാരൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. പിന്നീട് അവനെ ആരും കണ്ടില്ല. രാജകുമാരി ഒരു ഭ്രാന്തിയെപ്പോലെ അലറിക്കൊണ്ട് ആ നദീതീരത്തോടി ഓടി നടന്നു. എല്ലാവരും ആ നദിയിലിറങ്ങി അന്വേഷിച്ചെങ്കിലും മാണിക്യകുമാരനെ കണ്ടുകിട്ടിയില്ല. കരഞ്ഞു തളർന്ന രാജകുമാരിയെ രാജാവും രാജ്ഞിയും ചേർന്ന് കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. രാജകുമാരി അന്ന് മുതൽ ഊണും ഉറക്കവുമില്ലാതെ തൻ്റെ ഭർത്താവിനെ കാത്തിരുന്നു തുടങ്ങി. അവൾ വല്ലാതെ ക്ഷീണിച്ചു. രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സേവകർ നദി മുഴുവൻ മുങ്ങിത്തപ്പിയെങ്കിലും രാജകുമാരനെ പറ്റി ഒരു വിവരവും കിട്ടിയില്ല. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു. രാജകുമാരിയാണെങ്കിൽ എപ്പോഴും ആ നദീതീരത്ത് പോയിരിക്കും. തൻ്റെ ഭർത്താവ് ഏത് നിമിഷവും നദിയിൽ നിന്ന് പൊങ്ങി വരും എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ നദിയിലേക്ക് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. ഈ രാജകുമാരിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഒരിക്കൽ ആ സുഹൃത്ത് രാജകുമാരിയെ കാണാൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ ദുഃഖം കുറേ ദിവസം കൊണ്ട് കാണുന്നു, എനിക്കിത് കണ്ടിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാട്ടിൽ പൂ പറിക്കാൻ പോയി. പൂക്കൂടെ നിറയെ പൂ പറിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാതെ ഉറക്കം വന്നു. ഞാനപ്പോൾ ഒരു മരത്തിൽ ചാരിയിരുന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. എനിക്ക് കാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ വഴി കാണുന്നുണ്ടായിരുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാതെ പേടിച്ച് ഞാൻ ആ മരച്ചുവട്ടിൽ തന്നെ ഇരുന്നപ്പോൾ നിലാവിൻ്റെ വെളിച്ചവും സൂര്യൻ്റെ വെളിച്ചവും അല്ലാത്ത തരം ഒരു തരം പ്രകാശം ആ കാടാകെ പ്രസരിക്കുന്നു. ഞാൻ വല്ലാതെ പേടിച്ചു പോയി. ഞാനൊരു പൊന്തക്കാടിനുള്ളിൽ ഒളിച്ചിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക തരം പ്രകാശം ഒരു പൊത്തിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മരത്തിൻ്റെ ചുവട്ടിലുള്ള ഒരു ചെറിയ പൊത്ത്. ഞാൻ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ പൊത്തിൽ നിന്ന് ഒരു പാമ്പ് പുറത്തു വന്നു. അത് ഒരു പെൺകുട്ടിയായിട്ട് മാറി. അതിൻ്റെ കയ്യിലൊരു ചൂലുണ്ടായിരുന്നു. ആ ചൂലുകൊണ്ട് ആ പെൺകുട്ടി ആ മരത്തിന് ചുറ്റുമുള്ള ഭാഗം മുഴുവൻ തൂത്ത് വൃത്തിയാക്കി. എന്നിട്ട് അവൾ പാമ്പായിട്ട് മാറിയിട്ട് ആ പൊത്തിനുള്ളിലേക്ക് തന്നെ കയറിപ്പോയി. ആ പാമ്പ് പോയി കഴിഞ്ഞപ്പോൾ മറ്റൊരു പാമ്പ് പുറത്തു വന്നു. ആ പാമ്പും പുറത്തു വന്നപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് മാറി. എന്നിട്ട് അതിൻ്റെ കയ്യിൽ ഒരു പാത്രത്തിലുണ്ടായിരുന്ന വെള്ളം ആ തൂത്തിട്ട സ്ഥലത്തെല്ലാം തളിക്കാൻ തുടങ്ങി. വെള്ളം തളിച്ച് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയും ഒരു പാമ്പായി മാറി അകത്തേക്ക് കയറിപ്പോയി. അതിനുശേഷം മറ്റൊരു പാമ്പ് പുറത്തു വന്നു. അതും ഒരു പെൺകുട്ടിയായിട്ട് മാറി. അതിൻ്റെ കയ്യിൽ
നല്ല ഭംഗിയുള്ള പരാവതാനികളുണ്ടായിരുന്നു. ആ പരാവതാനി ആ തൂത്തിട്ട സ്ഥലത്തെല്ലാം അത് വിരിച്ചു. അത് കഴിഞ്ഞിട്ട് ആ മാളത്തിനുള്ളിൽ നിന്ന് 7 പാമ്പുകൾ പുറത്തേക്ക് വന്നു. ആ 7 പാമ്പുകളും നർത്തകന്മാരായിട്ട് മാറിയിട്ട് ആ പരവതാനിക്ക് ചുറ്റുമായിട്ട് നിന്നു. അതിനുശേഷം മറ്റു ചില പാമ്പുകൾ പുറത്തു വരികയും അവർ സേവകന്മാരായിട്ട് മാറി ഒരു സിംഹാസനം കൊണ്ടുവന്ന് ആ കാട്ടിൽ വെക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പാമ്പുകളുടെ ഒരു രാജാവ്, അദ്ദേഹത്തെ കണ്ടാൽ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ പല നിറമുള്ള രത്നങ്ങൾ പതിച്ചിട്ടുണ്ടായിരുന്നു. ആ രത്നങ്ങളുടെ പ്രകാശം കൊണ്ട് നമുക്ക് കണ്ണഞ്ചി പോകുന്ന പോലെ തോന്നും. കാടാകെ ആ പ്രകാശത്തിൽ അങ്ങനെ മുങ്ങി നിന്നു. പെട്ടെന്ന് ആ കാട്ടിൽ നിന്ന് അതിമധുരമായ സംഗീതം ഉതിരാൻ തുടങ്ങി. അപ്പോൾ രാജാവിന് ചുറ്റുമായിട്ട് 7 യുവാക്കന്മാർ നിന്നിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അവർ 7 പേരും ഓരോരുത്തരായിട്ട് രാജാവിൻ്റെ മുന്നിൽ വന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി. അതിൽ ഏറ്റവും അവസാനം നൃത്തം ചെയ്ത ആൾ വളരെയധികം ദുഃഖിതനായിട്ട് കാണപ്പെട്ടു. ഈ നർത്തകന്മാരുടെയൊക്കെ തലയിൽ ഓരോ കിരീടങ്ങളും ആ കിരീടത്തിലെല്ലാം ഓരോ രത്നക്കല്ലുകളും ഉണ്ടായിരുന്നു. ഈ അവസാനം നൃത്തം ചെയ്ത ആളുടെ തലയിലെ രത്നക്കല്ലിന് നല്ല കടും ചുവപ്പ് നിറമായിരുന്നു. അയാളുടെ മുഖം കണ്ടപ്പോൾ എനിക്കിതിൻ്റെ ഭർത്താവിനെ ഓർമ്മ വന്നു. ഇത് കേട്ട രാജകുമാരി തൻ്റെ കൂട്ടുകാരിയോടെ ഉടൻ തന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കൂട്ടുകാരിയോടൊപ്പം രാജകുമാരി കാട്ടിലേക്ക് പോയി. ആ സ്ഥലത്ത് നിന്ന് നോക്കി. അവിടെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. കൂട്ടുകാരി പറഞ്ഞതുപോലെ ഒരു സംഭവം അവിടെ നടന്നതായിട്ട് തോന്നുമായിരുന്നില്ല. അവിടെ വെറും കാടായിരുന്നു. പക്ഷേ ഒരു വലിയ മരത്തിൻ്റെ താഴെ ഒരു പാമ്പിൻ്റെ പൊത്തുണ്ടായിരുന്നു. എന്തായാലും അന്ന് രാത്രി അവിടെ കാത്തിരിക്കാൻ രാജകുമാരിയും കൂട്ടുകാരിയും തീരുമാനിച്ചു. അവർ രണ്ടുപേരും കൂടെ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു. രാത്രിയായി. കുറ്റാക്കൂട്ടിയിരുട്ട്. പെട്ടെന്ന് കാടാകെ ഒരു പ്രത്യേകതരം വെളിച്ചം പരന്നു. രാജകുമാരി സൂക്ഷിച്ചു നോക്കി. തലേന്ന് കണ്ടതുപോലെ ആദ്യം പൊത്തിൽ നിന്ന് ഒരു പാമ്പിറങ്ങി വന്നു. പെൺകുട്ടിയായി അവിടെ വെള്ളം തൂത്ത് വൃത്തിയാക്കി. രണ്ടാമത് മറ്റൊരു പാമ്പ് വന്നു. അതും ഒരു പെൺകുട്ടിയായിട്ട് മാറി അവിടെ എല്ലാം വെള്ളം തെളിച്ചു. മൂന്നാമത് മറ്റൊരു പാമ്പ് പെൺകുട്ടിയായിട്ട് വന്നു. പരാവതാനി വിരിച്ചു. അതിനുശേഷം 7 നർത്തകർ പുറത്തു വന്ന് അവിടെ നിരന്നു നിന്നു. അതിൽ തൻ്റെ ഭർത്താവിനെ രാജകുമാരി തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും 2 വലിയ പാമ്പുകൾ പുറത്തു വന്ന് നല്ല ആരോഗ്യമുള്ള 2 സേവകന്മാരായിട്ട് മാറുകയും ഒരു സിംഹാസനം കൊണ്ടുവന്ന് അവിടെ വെക്കുകയും ചെയ്തു. അതിൽ രാജാവ് വന്നിരുന്നു. ഓരോരുത്തരായിട്ട് നൃത്തം തുടങ്ങി. തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തെ ക്ഷീണവും വേദനയും രാജകുമാരി തിരിച്ചറിഞ്ഞു. എന്നാൽ നാഗരാജാവ് തന്നെ കണ്ടാൽ എങ്ങനെ പെരുമാറും എന്ന് രാജകുമാരിക്ക് ഉറപ്പില്ലായിരുന്നു. താൻ അങ്ങോട്ട് ചെന്നിട്ട് ഇവരെല്ലാവരും അപ്രത്യക്ഷമാകി പോവുകയോ തന്നെ ഉപദ്രവിക്കുകയോ ചെയ്താൽ തൻ്റെ ഭർത്താവിന് ഒരിക്കലും താങ്ങാൻ പറ്റുകയില്ല എന്നവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തും ആലോചിച്ച് മാത്രം ചെയ്യണം എന്നവൾ തീരുമാനിച്ചുറപ്പിച്ചു. തൻ്റെ കടുംപിടുത്തം കൊണ്ട് ഒരു തവണ അബദ്ധം പറ്റിപ്പോയി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അവൾ പിറ്റേന്ന് തൻ്റെ കൊട്ടാരത്തിൽ തിരിച്ചു ചെന്ന് എന്ത് വേണം എന്ന് സൂക്ഷ്മമായിട്ട് ആലോചിച്ചു. അവസാനം അവൾക്കൊരു ഉപായം തോന്നി. അവൾ തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, നീ ഒന്ന് ശ്രദ്ധിച്ചേ, ആ രാജാവിൻ്റെ മുന്നിൽ നൃത്തം ചെയ്യുന്നത് എപ്പോഴും പുരുഷന്മാരാണ്. അദ്ദേഹം നൃത്തത്തിനോട് വലിയ താല്പര്യമുള്ള ആളാണ് എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നൃത്തം പഠിക്കാൻ പോവുകയാണ്. ഒരു സ്ത്രീ അദ്ദേഹത്തിന് മുന്നിൽ നൃത്തം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നോട് എന്ത് വേണം എന്ന് ചോദിച്ചാലോ? അതല്ല, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം എന്നെ കടിച്ചു കൊല്ലുമായിരിക്കും. എന്തായാലും ഒരു ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ രാജകുമാരി അന്ന് മുതൽ നൃത്തം പഠിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പകൽ സമയത്ത് അവൾ നൃത്തം പഠിക്കുകയും രാത്രി തൻ്റെ ഭർത്താവിനെ കാണാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയും ചെയ്യും. ഓരോ ദിവസം കഴിയും തോറും തൻ്റെ ഭർത്താവ് ക്ഷീണിതനായും അവൻ്റെ ആരോഗ്യം വല്ലാതെ ക്ഷയിച്ചു വരുന്നതായിട്ടും രാജകുമാരി കണ്ടു. അതുകൊണ്ട് തന്നെ അവൾ വളരെ വേഗം വളരെ കഠിനാധ്വാനം ചെയ്ത് മനോഹരമായിട്ട് നൃത്തം ചെയ്യാൻ പഠിച്ചു. അങ്ങനെ ഒരിക്കൽ അവൾ നൃത്തം കണ്ടുകൊണ്ടിരിക്കെ ഓരോ നർത്തകന്മാരായിട്ട് നൃത്തം ചെയ്ത് 7ാമത്തെ നർത്തകൻ്റെ അവളുടെ ഭർത്താവിൻ്റെ ഊഴമെത്തിയപ്പോൾ നൃത്തം ചെയ്യാനാവാതെ അയാളെ കുഴഞ്ഞു പോകുന്നത് അവൾ കണ്ടു. പെട്ടെന്ന് അവൾ മുന്നോട്ട് ചാടി നീങ്ങി ആ രാജാവിൻ്റെ മുന്നിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. രാജാവ് ആദ്യം ഒന്ന് അമ്പരന്നെങ്കിലും അവളുടെ മനോഹരമായ നൃത്തത്തിൽ മതിമറന്ന് അദ്ദേഹം ആ നൃത്തം കണ്ടുകൊണ്ടിരുന്നു. അവസാനം പറഞ്ഞു, സ്ത്രീകൾ നൃത്തം ചെയ്തപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതുവരെ പുരുഷന്മാർ മാത്രമാണ് എൻ്റെ മുന്നിൽ നൃത്തം ചെയ്തത്. എന്തായാലും നീ ധൈര്യശാലിയാണ്. നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ. അവൾ പറഞ്ഞു, ഞാൻ ആർക്ക് പകരമാണ് നൃത്തം ചെയ്തത് അയാളെ എനിക്ക് തരണം. അതാണ് എൻ്റെ ആവശ്യം. രാജാവിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്ന് തുടുത്തു. രാജാവ് പറഞ്ഞു, ഒരിക്കലും ആഗ്രഹിക്കരുതാത്ത ഒരു കാര്യമാണ് നീ ആഗ്രഹിച്ചത്. ഇന്നേ വരെ മനുഷ്യരാരും ഇങ്ങനൊരു കാര്യം ചോദിച്ചിട്ടില്ല. പക്ഷേ നിനക്ക് തരാം എന്ന് ഞാൻ വാക്ക് തന്നതിനാൽ ഞാൻ അവനെ നിനക്ക് തരികയാണ്. ഇനി മേലിൽ അവന് നാഗരാജ്യത്ത് ഒരു സ്ഥാനവുമില്ല. അവനെ ഞാൻ ഭൂമിയിലേക്ക് അയക്കുകയാണ്. നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കാം.
അങ്ങനെ തൻ്റെ ഭർത്താവിനെ വീണ്ടെടുത്ത രാജകുമാരി അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവളുടെ ശ്രദ്ധാപൂർവമായ പരിചരണം കൊണ്ട് ആരോഗ്യം വീണ്ടെടുത്ത മാണിക്യകുമാരനുമൊത്ത് അവൾ വളരെ കാലം സന്തോഷത്തോടെ ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.